ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ട്രേഡിംഗ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രേഡിംഗ് ഡേയിൽ മാർക്കറ്റിൽ നല്ലൊരു പാനിക് സെല്ലിംഗ് നമ്മൾ ഇന്ന് ആദ്യമേ കണ്ടിരുന്നു. ട്രംപിൻ്റെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ചുമത്തിയ ഇഷ്യൂസ്, അതായത് ഇന്ത്യക്ക് തിരിവ് പ്രഖ്യാപിച്ചതും അതിൻ്റേതായ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സെല്ലിംഗ് മാർക്കറ്റിൽ ആദ്യം മണിക്കൂറുകളിലുണ്ടായിരുന്നു. ആ സെല്ലിങ് ഇന്ന് മാർക്കറ്റ് എൻ്റെ കൂടെ തന്നെ അബ്സോർബ് ചെയ്തു. മാർക്കറ്റ് ആ ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് വരാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാനിക് സെല്ലിങ്ങിൻ്റെ ഇടയിലും അതിശക്തമായി ട്രേഡ് ചെയ്ത സ്റ്റോക്സാണ് നമ്മൾ സ്വിംഗ് ട്രേഡിന് വേണ്ടി ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോക്സ് എല്ലാം നമ്മൾ സ്റ്റഡി പർപ്പസിന് വേണ്ടി എടുത്തേക്കുന്നത് ഇന്നത്തെ ഒരു സെല്ലിംഗ് പോലെയുള്ള സെല്ലിംഗ് മാർക്കറ്റിലും പിടിച്ചു നിന്ന സ്റ്റോക്സിന് നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് സ്ട്രെങ്ത് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സജഷൻസ് ആയിട്ട് എടുക്കാതെ ഇത് പഠിക്കാനുള്ള അവസരമായിട്ട് എടുത്ത് ഈ സ്റ്റോക്സിനെ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്ന ഡേയ്സ് എടുക്കാൻ ശ്രമിക്കുക. അത് ഗുണമുണ്ടാവും. ആൻഡ് നമുക്ക് ഈ സ്റ്റോക്സിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് ലിങ്ക്, അതുവഴി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ എടുക്കുന്ന സ്റ്റോക്സിൻ്റെ ലൈവായിട്ടുള്ള അപ്ഡേറ്റ്സ് ഞാൻ ഗ്രൂപ്പിൽ ഉടനടി തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റോക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ശ്യാം മെറ്റാലിക്സ് ആൻഡ് എനർജി എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. നമ്മളിത് കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്റ്റോക്ക്. ഫസ്റ്റ് ഈ സ്റ്റോക്ക് നിൽക്കുന്ന നോക്കിയാൽ ഓൾ ടൈം ഹൈക്ക് ശേഷം മോസ്റ്റ്ലി ഒരു 986 റേഞ്ചിൽ ട്രേഡ് ചെയ്യുവാണ്. നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 927 to 930 റേഞ്ചിൽ താഴെ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യാത്തിടത്തോളം ഒരു 1000 റേഞ്ച് വരെയൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ ആദ്യമേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്റ്റിൽ ഈ സ്റ്റോക്കിന് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിടപ്പുണ്ട്. ആൻഡ് ഇനിയും ഒരു 70 to 80 പോയിൻറ്റ്സ് മൂവ്മെൻറ്റ് ഞാനിതിൽ എക്സ്പെക്ട് ചെയ്യുകയാണ് ശ്യാം മെറ്റാലിക്സ് എന്ന കമ്പനിയിൽ. ബട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഞാൻ വയ്ക്കാൻ പോകുന്നത് ഈ 934 അല്ലെങ്കിൽ 930 റേഞ്ച് ആയിരിക്കും. ഈ ഒരു റേഞ്ചിന് താഴെ പോയാൽ വീണ്ടും ഒരു വീക്ക്നെസ്സിന് സാധ്യതയുണ്ട്. സോ 930ക്ക് താഴെ പോകാത്തിടത്തോളം ഈ സ്റ്റോക്കിൽ ഞാനൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത് 1071 എന്നുള്ള റേഞ്ചിലായിട്ടായിരിക്കും. അപ്പോൾ നിങ്ങളും ഈ സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ശ്യാം മെറ്റാലിക്സ് നല്ലൊരു ബൈയിങ് സാധ്യത നമുക്ക് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളെല്ലാം ഇടുന്നതായിരിക്കും. അടുത്ത സ്റ്റോക്ക് KRN ഹീറ്റ് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ഇന്ന് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല റിസൾട്ടൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു KRN ഹീറ്റ് എക്സ്ചേഞ്ച്. അപ്പോൾ അതിൻ്റെ ഫണ്ടമെൻറ്റൽസിലേക്ക് ഞാൻ പോകുന്നില്ല. നിലവിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് റേഞ്ചിലാണ്. ആൻഡ് അവിടെ ഒരു ബൈയിങ് പ്രഷർ കഴിഞ്ഞ 3 ദിവസത്തെ ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. പോസിറ്റീവ്ലി ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ആക്ഷൻ. ആൻഡ് 878 അല്ലെങ്കിൽ 880ക്ക് മുകളിൽ വീണ്ടും ഒരു ബൈയിങ് വരാൻ സാധ്യതയുണ്ട് ഈ സ്റ്റോക്കിൽ. ആൻഡ് 1000 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് വരുന്ന ഡേയ്സ് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നോക്കിയേ, ഇതിൻ്റെ ഒരു സപ്പോർട്ട് റേഞ്ചിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് 880ക്ക് മുകളിൽ ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ബൈയിങ് പ്രഷർ വന്ന് ഒരു 999 to 1000 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. KRN ഹീറ്റ് എക്സ്ചേഞ്ച് എന്നാണ് സ്റ്റോക്കിൻ്റെ പേര്. എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഇക്സിഗോ ആണ്. ഇപ്പോൾ ഇക്സിഗോ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്ക് അത്യാവശ്യം എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ 233 ക്ലോസിങ്. ഇന്നത്തെ ഒരു സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്ക് സക്സസ്ഫുള്ളി അതിജീവിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഈ സെല്ലിംഗ് അബ്സോർബ് ചെയ്ത് ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 250 to 258 റേഞ്ച് വരെയൊക്കെ ഈ സ്റ്റോക്ക് പോകുമെന്ന് വിശ്വസിക്കാം. ആൻഡ് മേ ബി നമുക്ക് പറയാം, ഞാൻ ഇപ്പോൾ നാളെ ഈ ഒരു എൻട്രി നോക്കുവാണെങ്കിൽ തന്നെ ഈ ഒരു റേഞ്ചിന് താഴെ ഒരു 212 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടായിരിക്കും നോക്കുന്നത്. ഒരു ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മാക്സിമം എൻ്റെ ഒരു ട്രയൽ ചെയ്ത് ഞാൻ പോകാൻ ശ്രമിക്കും. 260 റേഞ്ച് വരെയൊക്കെ ഈ സ്റ്റോക്ക് റൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റോക്കിൻ്റെ പേര് ഇക്സിഗോ എന്നാണ്. അടുത്ത സ്റ്റോക്ക് എൻ്റെ കണ്ണിൽപ്പെട്ടത് ഇതാണ്. ക്രിസാക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് അറിയത്തില്ല. ആൻഡ് കഴിഞ്ഞ 4 ദിവസത്തെ പ്രൈസ് ആക്ഷൻ നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം നല്ലൊരു ബൈയിങ് പ്രഷർ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് റെഡ് ക്യാൻഡിൽ നോക്കിയേ. ഇപ്പോൾ ലാസ്റ്റ് റെഡ് ക്യാൻഡിലിന് ശേഷം അടുത്ത ദിവസം ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ് വന്നത്. ആൻഡ് മൂന്നാമത്തെ ദിവസം ഒരു ബ്രേക്കൗട്ട് തന്നെങ്കിലും നല്ല രീതിയിലുള്ള ക്ലോസിംഗ് ആയിരുന്നില്ല. ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ വിസിബിൾ ആയിരുന്നു. ഇന്നത്തെ ട്രേഡിംഗ് നോക്കി ആ ഒരു സെല്ലിംഗ് പ്രഷർ അതിജീവിച്ച് സ്റ്റോക്ക് 332 എന്നുള്ള റേഞ്ചിൽ ഒരു അപ്സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൈയിങ് സ്ട്രെങ്ത് മാർക്കറ്റിൽ നിലനിൽക്കുകയാണെങ്കിൽ 350 റേഞ്ചിലേക്ക് ഒരു അപ്സൈഡ് മൊമെൻറ്റം ഈ സ്റ്റോക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് നമുക്ക് ഈ സ്റ്റോപ്പ് ലോസ് നമുക്കിതിൽ പ്രതീക്ഷിക്കാവുന്നത് 318 to 310 റേഞ്ചിനുള്ളിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യാവുന്നതാണ്. വീണ്ടും ഈ ഒരു 310 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് പോകാൻ സാധ്യതയുണ്ട്. ബട്ട് കഴിഞ്ഞ 4 ദിവസത്തെ പ്രൈസ് ആക്ഷൻ നമുക്ക് എന്താ പറയുക, സാമാന്യം നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് ആക്ഷനാണ്. ഒരു ബൈയിങ് പ്രഷർ സൂചിപ്പിക്കുന്ന പ്രൈസ് ആക്ഷനാണ് ഈ സ്റ്റോക്കിൽ കാണുന്നത്. അപ്പോൾ ക്രിസാക്ക് എന്ന് പറഞ്ഞ കമ്പനി എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം. ഓക്കെ,
ആൻഡ് അടുത്ത സ്റ്റോക്ക് കബയിലാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റോക്കിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോകളിൽ. അപ്പം വീണ്ടും ആ സ്റ്റോക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ തന്നെ ഇട്ടേക്കാണ്. 131439 എന്നുള്ള റേഞ്ചിൽ ഒരു സപ്പോർട്ട് എടുത്ത് സ്റ്റോക്ക് ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണിച്ച് നിൽക്കുകയാണ്. അപ്പോൾ 1524 എന്നുള്ള റേഞ്ചിലേക്ക് ഈ സ്റ്റോക്കിൽ മൂവ്മെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റിൽ ഈ സ്റ്റോക്ക് ഒരു ബൈയിങ് പ്രഷർ തന്നെ കാണിക്കുകയാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യാം. നല്ല സ്ട്രെങ്ത്തോടെ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് 1286 ഒരു സപ്പോർട്ട് റേഞ്ചുമായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്ത സ്റ്റോക്ക് POCL ആണ്, പോണ്ടി ഓക്സൈഡ്സ്. ഒരു ഓൾ ടൈം ഹൈ എന്നുള്ള റേഞ്ചിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അങ്ങനെ സ്ട്രെങ്ത്ത് കാണിക്കുന്നുണ്ട്. ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് സ്ട്രോങ് ആയിട്ട് കിട്ടുവാണെങ്കിൽ ഒരു 100 പോയിൻറ്റ്സ് ടു 150 പോയിൻറ്റ്സ് മൂവ്മെൻറ്റ് ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പോണ്ടി ഓക്സൈഡ്സ് എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ എടുത്തിടുക. അപ്പം മറ്റന്നാളത്തെ പ്രൈസ് ആക്ഷൻ നമുക്ക് ഇതിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത സ്റ്റോക്ക് ജിയോഫിൻ ആണ്. ഇപ്പോൾ ജിയോഫിനെ നമ്മൾ 2-3 ആഴ്ചയായിട്ട് പറയുന്നുണ്ട്, ഡിപ്സിൽ വാങ്ങുവാണെങ്കിൽ ഒരു 340-350 റേഞ്ചിലേക്ക് എത്തുമെന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്റ്റിൽ ഈ സ്റ്റോക്ക് നല്ലൊരു മൊമെൻറ്റം തന്നെ ഞങ്ങൾക്ക് തരികയാണ്. വീണ്ടും ഒരു ഡൗൺ സൈഡ് കിട്ടുവാണെങ്കിൽ പോലും 310 റേഞ്ച് നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നിലവിൽ 329 ആണ്. ഒരു 310 റേഞ്ച് നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു 335ക്ക് മുകളിൽ ഒരു മൊമെൻറ്റം ഉണ്ടാവുകയാണെങ്കിൽ 350-360 റേഞ്ചിലേക്ക് ജിയോഫിൻ സർവീസ് ട്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ജിയോഫിൻ സർവീസ്. അടുത്ത സ്റ്റോക്ക് ബാലാജി അമൈൻസ് ആണ്. സാമാന്യം നല്ല റിസൾട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1768 ഇന്നൊരു ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്. ഈ സ്റ്റോക്കുകളിലെല്ലാം കഴിഞ്ഞ 4 ദിവസത്തെ പ്രൈസ് ആക്ഷൻ ബൈയിങ് പ്രഷറാണ് കാണിക്കുന്നത്. ഇന്നെടുത്ത സ്റ്റോക്കുകളിലെല്ലാം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. ഒരു ബൈയിങ് പ്രഷർ കഴിഞ്ഞ 4 ദിവസത്തെ ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ വിസിബിളാണ്. ആൻഡ് നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിവിടെ അറിയാം, ഒരു 1770ക്ക് മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹൈയിലേക്ക് റീച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു 200 പോയിൻറ്റ്സ് അപ്സൈഡ് ഞാൻ ബാലാജി അമൈൻസിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ ഒരു ക്യാൻഡലിൻ്റെ താഴെ തന്നെ ആയിരിക്കും. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യണം. 1654 ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ 1768 എത്രയാണ് വരുന്നത് നോക്കട്ടെ, 1650 ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഒരു 200 പോയിൻറ്റ്സിൻ്റെ അപ്സൈഡ് നമുക്ക് ബാലാജി അമൈൻസിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് തൈറോ കെയർ ആണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം, ഈ 1000 താഴെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്തതാണ്. ആൻഡ് നിലവിൽ നിങ്ങൾ നോക്കിയ നല്ലൊരു മൊമെൻറ്റം കിട്ടി, 300-350 പോയിൻറ്റ്സ് മൊമെൻറ്റം കിട്ടി. ആൻഡ് ഇന്ന് വീണ്ടും ഒരു എൻട്രി സാധ്യത വരുന്നുണ്ട്. ഒരു ഗ്യാപ്പ് അപ്പിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു 5 days ആയിട്ട് കൺസോൾട്ടേഷൻ ആണ്. ഒരു ഇൻസൈഡ് ബാർ സെറ്റപ്പാണ് നിൽക്കുന്നത്. ഒരു 1325ക്ക് മുകളിൽ വീണ്ടും ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റിക്ക് സാധ്യതയുണ്ട്. ഒരു നല്ലൊരു ബൈയിങ് പ്രഷർ മാർക്കറ്റിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൈറോ കെയർ ടെക് ലിമിറ്റഡ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയ എൻട്രി എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇന്നത്തെ ഡേ ലോ ആണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത്, തൈറോ കെയർ ടെക് ലിമിറ്റഡ്. അപ്പോൾ ഞാൻ ഒരു മൊമെൻറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റോക്സാണ് ഞാൻ നിലവിൽ തിരഞ്ഞെടുത്തേക്കുന്നത്. കാര്യം അതിൻ്റെ ബൈയിങ് സ്ട്രെങ്ത് കൊണ്ടാണ് ഇത്രയും സ്റ്റോക്സ് തിരഞ്ഞെടുത്തത്. അപ്പം ഈ സ്റ്റോക്സ് നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു പ്രോഫിറ്റിനുള്ള സാധ്യത ഞാൻ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്സിന് ടെക്നിക്കലി ഒന്ന് പഠിച്ച് നിങ്ങളുടേതായ ഡിസിഷൻസ് എടുക്കാൻ ശ്രമിക്കുക. അപ്പം ഇത്രയും സ്റ്റോക്സിൻ്റെ ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ്, ഈ സ്റ്റോക്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ എല്ലാവർക്കും കഴിയുന്ന പോലെ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്